Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Common types of HA notes തരാന്ന് പറഞ്ഞില്ലേ മിസ് ക്ലാസ് എടുത്തോട്ടെ Yes, miss. എഴുതിക്കോട്ടാ. First, urinary tract infection, UTIS. Urinary tract infection. Okay. പറയട്ടെ മിസ്. An infection in any part of the urinary system. An infection in any part of the urinary system. Urinary systemത്തിന്റെ ഏതെങ്കിലും പാർട്ടിന് ഏതെങ്കിലും ഭാഗത്തിന് വരുന്ന ഇൻഫെക്ഷൻ എന്താണ്? ദി കിഡ്നീസ്, കിഡ്നിക്കോ, കിഡ്നീസ്, ബ്ലാഡർ or urethra. URETHRA എന്താണ്? ബ്ലാഡർ എന്ന് പറയുന്ന വേറൊരു പേരാണ് യുറേന്ദ്ര. കിഡ്നി, ബ്ലാഡർ or urethra. Okay. And in UTIs, കഴിഞ്ഞ ദിവസം മിസ്സേ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAIs എന്ന് പറഞ്ഞ ഒരു 5 പേര് പറഞ്ഞില്ലേ? 5 അസുഖങ്ങളുടെ പേര് പറഞ്ഞില്ലേ? അപ്പൊ അത് പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ നോട്ട്? അതാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഫസ്റ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. UTIS. An infection in any part of the urinary system. An infection, urinary tract infection, UTIS. An infection in any part of the urinary system. Urinary systemത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ ഏതൊക്കെയാണ്? ദി കിഡ്നീസ്, കിഡ്നിക്കോ, ദി കിഡ്നീസ്, ബ്ലാഡർ or urethra. URETHRA, urethra. പറഞ്ഞോ? An infection in any part of the urinary system. ഇത് ആൻസർ അല്ല. കഴിഞ്ഞ ദിവസം മിസ് എടുത്തില്ലേ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ? പുതിയ ചാപ്റ്റർ എടുത്തു തുടങ്ങിയല്ലോ. അപ്പൊ അതില് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HAIs എന്ന് പറഞ്ഞിട്ട് ഒരു 5 ഇൻഫെക്ഷൻസിനെ കുറിച്ച് മിസ് പറഞ്ഞു തന്നില്ലേ? UTIS, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ മിസ് പറഞ്ഞു അതിന്റെ നോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? അതാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ UTIS എന്താണെന്ന്
എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂറിനറി സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻസ് ആണ്. ഏതൊക്കെയാണ് അത്? കിഡ്നീസ്, ബ്ലാഡർ, പിന്നെന്താണ് യുറേത്ര. നെക്സ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് സർജിക്കൽ, നിങ്ങളുടെ PDF-ന്റെ പ്രിന്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ എഴുതി വെച്ചാലും മതി. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്താണ്? an infection that occurs in the area of the body where surgery was performed. An infection that occurs in the area of the body where surgery was performed. സർജറി എവിടെയാണോ സർജറി പെർഫോം ചെയ്തത്, എവിടെയാണോ സർജറി കഴിഞ്ഞത് ആ ഭാഗത്ത്, ആ ഏരിയയിൽ വരുന്ന ഇൻഫെക്ഷനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. It is a inflammation from an infection from in your stomach. Inflammation from an infection from in your stomach and intestines. ആമാശയത്തിലോ അതല്ലെങ്കിൽ കുടലിലോ വീക്കം ഇൻഫ്ലമേഷൻ വരുന്നതാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്. എന്താണ്? It is an inflammation from an infection from in your stomach and intestines. The another name of gastroenteritis, the another name of gastroenteritis is stomach flu. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസിന് പറയുന്ന വേറൊരു പേരാണ് stomach flu. The another name of gastroenteritis is stomach flu. Next, meningitis. It is an infection and inflammation of the brain and spinal cord. It is an infection and inflammation of the brain and spinal cord. Next, pneumonia. It is infection, pneumonia, pneumonia, P silent ആണ്, pneumonia, pneumonia.
It is infection. It is infection and fluid. It is infection and fluid in your lungs. In your lungs. In your lungs. Caused by bacterial. Caused by bacterial, viral or fungal infection. Or fungal infection. എന്താണ്? ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഫംഗലിന്റെ അല്ലെങ്കിൽ വൈറലിന്റെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ട് അണുക്കൾ സംഭവിച്ചിട്ട് നമ്മുടെ ലെൻസിൽ ഇൻഫെക്ഷൻ സംഭവിക്കുക, അതല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ് നിറയെ ചെയ്യുന്നതാണ് ന്യൂമോണിയ. It is infection and fluid in your lungs caused by bacteria, viral or fungal infections. Clear ആയോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഓക്കെ, എടുത്തോട്ടെ. ഇനി ഫ്ലൂയിഡ് ഫ്ലൂയിഡ് FLUID ഫ്ലൂയിഡ് എന്താണ്? ഫ്ലൂയിഡ് നിറയുക അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ സംഭവിക്കുക ലെൻസിന്. എടുത്തോട്ടെ, നെക്സ്റ്റ് എടുത്തോട്ടെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. നമ്മ what are symptoms of nosocomial infections വരെ അത് തുടങ്ങി. അതിലെന്താണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് HLS എന്താണ് സാധാരണ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ വരെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ് സിംപ്റ്റംസ്. The symptoms for these infection may consist of എന്താണ് ഈ ഇൻഫെക്ഷൻസിന് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ കണ്ടുവരുന്ന സിംപ്റ്റംസ് ലക്ഷണങ്ങൾ അടയാളങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. എന്താണ് വൂണ്ടിൽ നിന്ന് എന്താണ് മുറിവിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്. എന്താണ് പസ്സുകളോ എന്താണ് ചെലം അല്ലെങ്കിൽ പഴുപ്പ് ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞില്ലേ, സർജറി കഴിഞ്ഞ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിന് കാണിക്കുന്ന ലക്ഷണം എന്തായിരിക്കും? ആ ഭാഗത്തിലെ ആ മുറിവുള്ള ഭാഗം സർജറി കഴിഞ്ഞ ആ മുറിവിൽ നിന്ന് എന്താണ് ചെലമോ അതല്ലെങ്കിൽ എന്താണ് പഴുപ്പോ ഒക്കെ വരുന്നതാണ് ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. നെക്സ്റ്റ് എന്താണ് ഫീവർ അല്ലെ. എന്താണ് ന്യൂമോണിയ വരുമ്പോ എന്ത് വരും? പനി വരൂല്ലേ. വൂണ്ട് എന്ന് പറഞ്ഞാൽ മുറിവ്. ഫീവർ എന്താണ് പനി വരാ. കഫ് ഫീലിംഗ് ഓഫ് സഫോക്കേറ്റിംഗ്. എന്താണ് കഫ് ചുമ വരിക. പിന്നെ എന്താണ് ഫീലിംഗ് ഓഫ് സഫോക്കേറ്റിംഗ്. എന്താണ് ശ്വാസം മുട്ടുന്നതായിട്ട് തോന്നുക, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നെക്സ്റ്റ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ അല്ലെ നമ്മൾ മൂത്രം ഒഴിക്കും എന്താണ് നമുക്ക് പൊള്ളല് അല്ലെങ്കിൽ ചുട്ടുനീറ്റം അതല്ലെങ്കിൽ എന്താണ് വേദന എടുക്കുക അല്ലെങ്കിൽ മൂത്രം പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതല്ലെങ്കിൽ എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് വയറുവേദനയൊക്കെ തോന്നുക അല്ലെ. അപ്പൊ അതൊക്കെയാണ് യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ്. എന്താണ് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പൊള്ളൽ തോന്നുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അതല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യണേന് നമുക്ക് എന്താണ് വയറുവേദന തോന്നുക. അതൊക്കെ എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആണ്. നെക്സ്റ്റ് എന്താണ് ഹെഡ് ഏക്ക് അല്ലെ, തലവേദന. ഇപ്പൊ നമുക്ക് മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്നാൽ എന്ത് വരും? ഹെഡ് ഏക്ക് വരും അല്ലെ. നമ്മുടെ ബ്രെയിനിലെ ഇന്ത്യയിലെ ഇൻഫെക്ഷൻസ് ഒക്കെ സംഭവിച്ചാൽ എന്ത് വരില്ലേ? നമുക്ക് തലവേദന വരും അല്ലെ. നെക്സ്റ്റ് നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. എന്താണ് നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കാനം അല്ലെ. നമുക്ക് ഛർദിക്കാനുള്ള ടെൻഡൻസി തോന്നില്ലേ? ഓക്കാനിക്കാൻ തോന്നുക. എന്താണ് അത് നോസി. ഗ്യാസ്ട്രോഇൻട്രൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. വോമിറ്റിംഗ് ഛർദി ഉണ്ടാവുക. ഡയറിയ എന്താണ് ലൂസ് മോഷൻ വയറിളക്കം. ക്ലിയർ ആയോ? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ മുറിവ് പറ്റിയ ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് വരും. പഴുപ്പോ ചെലോ ഒക്കെ വരിക. ഫീവർ പനി അനുഭവപ്പെടുക. പിന്നെ എന്താണ് കഫ് ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. എന്താണ് നമുക്ക് ചുമ അതല്ലെങ്കിൽ ശ്വാസം മുട്ടൽ തോന്നുക. ശ്വാസം മുട്ടുന്നതിന്
ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ബേണിംഗ് വിത്ത് ന്യൂ യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. എന്താണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല്? ഡയറിയ മീൻസ് ലൂസ് മോഷൻ. ബേണിംഗ് വിത്ത് എന്താണ്? നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പൊള്ളല് പോലെ തോന്നൂല്ലേ? അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ചുട്ടുനീറ്റല്ലേ? അല്ലെങ്കിൽ വേദന അനുഭവപ്പെടും യൂറിൻ പാസ് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ എന്താണ്? യൂറിൻ പാസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? വയറുവേദനയൊക്കെ തോന്നുന്നത് എന്താണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ആണ്. ഹെഡേക്ക്, തലവേദന തോന്നുക. നോസിയ, വോമിറ്റിംഗ് ഡയേറിയ, എന്താണ്? ഓക്കാനം വരിക അല്ലെ? നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് വെറുതെ വായിൽ വെള്ളം തെളിഞ്ഞ് ഓക്കാനിക്കാൻ തോന്നുക. അതല്ലെങ്കിൽ എന്താണ്? വോമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുക. അതല്ലെങ്കിൽ എന്താണ്? ഡയേറിയ, ലൂസ് മോഷൻ. ക്ലിയർ ആയോ സിംറ്റംസ്? ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, people who experience new symptoms in the course they may also experience pain and irritation at the infection site. എന്താണ്? ഒരു രോഗിനെ എന്തെങ്കിലും അസുഖമായിട്ട് കൊണ്ടുവന്നേക്കാണ്. അവർക്ക് എന്താണ്? അതല്ലാതെ എന്താണ്? ന്യൂ സിംറ്റംസ് എന്താണ്? എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ? പുതിയ ഈ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ എന്തെങ്കിലും സിംറ്റംസ് അവർക്ക് കാണിക്കുക. പുതിയ ലക്ഷണങ്ങൾ എന്താണ്? അവർക്ക് എവിടെയെങ്കിലും പെയിൻ അനുഭവപ്പെടുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, പ്രകോപനം, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുക. Many will experience noticeable symptoms. എന്താണ്? ചില ഇതില് എന്താണ്? അവർക്ക് പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കുക. ഒരു രോഗിയെ ഒരു ഹോസ്പിറ്റൽ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആക്കിയതിനു ശേഷം എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുക. എന്താണ്? എന്തെങ്കിലും അടയാളങ്ങൾ കാണിക്കുക. അതല്ലെങ്കിൽ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങള് കാണിക്കുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാകും? ആ രോഗിക്ക് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ എന്തെങ്കിലും കാലുവേദനയായിട്ട് വന്നേക്കുന്ന പേഷ്യൻസിന് എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇപ്പൊ എന്താണ്? യൂറിനറി ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണും. എന്താണ്? യൂറിൻ പാസ് ചെയ്യും എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഫീവർ തോന്നുക, അതല്ലെങ്കിൽ അവർക്ക് കഫ് തോന്നുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഡയേറിയ പോലെയുള്ള സിംറ്റംസ് കാണിക്കുക. ക്ലിയർ ആയോ? ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം അവരെന്താണ്? അവർക്കുള്ള അസുഖങ്ങൾ കൂടാതെ അവരെന്താ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ, പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കുക. ക്ലിയർ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. wound എന്ന് പറഞ്ഞാൽ മുറിവ്. നമ്മളിപ്പോ സർജറി ചെയ്യുമ്പോ എന്താണ്? ഓപ്പൺ സർജറി ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവര് സർജറി ഓപ്പറേഷൻ ചെയ്യുക? മുറിവുണ്ടാക്കിയിട്ടല്ലേ സർജറി ചെയ്യണേ? ആണോ? ആണല്ലേ? അപ്പൊ എന്താ? അപ്പൊ ആ മുറിവിൽ എന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മുറിവിൽ എന്തുണ്ടാവും? പഴുപ്പോ അതല്ലെങ്കിൽ എന്താണ്? ഇൻഫെക്ഷൻ ഒക്കെ ഏൽക്കുക. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഉറവിടങ്ങൾ ഒരു രോഗിക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് വരാൻ സാധ്യതയുള്ള ഉറവിടങ്ങള്, സോഴ്സസ് ഏതൊക്കെയാണ്? നമ്മൾ വീട്ടില് പറയില്ലേ? എന്താണ്? കൊതുകുകള് മുട്ടയിട്ട് പെരുകാനുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയും? ാണെന്ന് പറയും. വെള്ളം കെട്ടിക്കിടക്കുന്നത് അല്ലെ? ചിരട്ട, അതല്ലെങ്കിൽ എന്താണ്? പാത്രങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോ എന്ത് ചെയ്യും? അതില് കൊതുകുകള് മുട്ടയിട്ട് പെരുകൂല്ലേ? അപ്പൊ അതെന്താണ്? അതൊരു സോഴ്സ് ആണല്ലേ? കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാനുള്ള അല്ലെ സോഴ്സസ് ആണ്. അതേപോലെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള അല്ലെ? ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് ഈ അസുഖം സ്പ്രെഡ് ചെയ്യിക്കാനുള്ള ഉറവിടങ്ങള്, സോഴ്സസ് എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞിരുന്നല്ലോ. ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് സോഴ്സസ്? ഉറവിടങ്ങള്
ഏതൊക്കെ രീതിയിലായിരിക്കും സ്പ്രെഡ് ചെയ്യുക? ഒന്ന് പറഞ്ഞ് ഏതൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടല പേഷ്യൻസ് അല്ലെ, അതർ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാം അല്ലെ. എന്താണ്? രോഗബാധ ഏറ്റിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കാം. പിന്നെ എന്താണ്? വിസിറ്റേഴ്സ് അല്ലെ, എന്താണ്? നമ്മളെ കാണാൻ വരുന്ന അല്ലെ, യൂറിനറി എന്തെങ്കിലും കത്തീറ്ററൈസേഷൻ ഒക്കെ ചെയ്യുന്ന അല്ലെ. എന്താണ്? ഒരു രോഗീനെ കാണാൻ വിസിറ്റേഴ്സ് വരൂലേ, അവരെ റിലേറ്റീവ്സോ ഒക്കെ വരൂലേ. അപ്പൊ എന്താണ്? അവർക്ക് രോഗബാധ ഏറ്റിട്ടുണ്ട് അല്ലെ, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഈ രോഗിക്ക് പകരാൻ സാധ്യതയുണ്ട്. കഫ് വരാം. കഫ് എങ്ങനെയാണ് വരുന്നത്? ചുമയ്ക്കുമ്പോ എന്താണ് പറ്റുന്നത്? വാട്ടർ, ഫുഡ് ചുമയ്ക്കും. എന്ത് ചെയ്യും? എയറിൽ കൂടെ അല്ലെ, വായുവില് അണുക്കൾ സ്പ്രെഡ് ചെയ്തിട്ട് അത് വരാം. അപ്പൊ എങ്ങനെയാണ്? എയറിൽ കൂടെ വരാം, വാട്ടറിൽ കൂടെ വരാം, ഫുഡിലേക്ക് കൂടി വരാം, വിസിറ്റേഴ്സിൽ വരാം. പിന്നെ എന്താണ്? അതർ പേഷ്യൻസിലെ മറ്റുള്ള രോഗികളിൽ നിന്ന് വരാം. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ യൂറിനൽ കത്തീറ്റേഴ്സ് അല്ലെ, കത്തീറ്ററൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ എന്താണ്? കഴിഞ്ഞ ദിവസം മിസ് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്ക് എന്താണ്? ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെ, ഓപ്പർച്യൂണിസ്റ്റിക് ആവുന്നു അല്ലെ, അവര് അവസരവാദിയായി അവരെന്തുണ്ടാക്കും? നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞോ? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ വരാം അല്ലെ. പേഷ്യന്റിന്റെ നോർമൽ ഫ്ലോറ അല്ലെ, പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാം. നോക്കാം നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് എന്താണ്? ഈ സെക്ഷനിൽ ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് അതർ പേഷ്യൻസ്. ഇപ്പൊ നമുക്ക് പോലെ മറ്റുള്ള അല്ലെ, എന്താണ്? മറ്റുള്ള രോഗികളിൽ നിന്ന്. ഇപ്പൊ എന്താണ്? നമ്മുടെ റൂംമേറ്റിന് അല്ലെ, നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ഒരു പേഷ്യന്റിന് എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ അവിടെ എന്താണ്? ഇൻഫെക്ഷൻ ബാധയുള്ള എന്തെങ്കിലും പകരാൻ സാധ്യതയുള്ള അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്? അവരിൽ നിന്ന് നമുക്ക് വരാം. നെക്സ്റ്റ് എന്താണ്? വിസിറ്റേഴ്സ് അല്ലെ, എന്താണ്? നമ്മളെ കാണാൻ വരുന്ന സന്ദർശകരിൽ നിന്ന് ഒരു രോഗിയെ അഡ്മിറ്റ് ആക്കി അവരെ കാണാൻ വരുന്ന സന്ദർശകരിൽ നിന്ന്, വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണ്? അവരുടെ കയ്യിൽ പിടിക്കുമ്പോഴോ അവരല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യുമ്പോഴോ സ്കിൻ ടു സ്കിൻ നമുക്ക് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യാതെ, അതല്ലെങ്കിൽ എന്താണ്? അവര് നമ്മുടെ അടുത്ത് വന്നിട്ട് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ എന്താണ്? ആ വിസിറ്ററുടെ കയ്യിൽ നിന്ന് നമുക്ക് അസുഖങ്ങള് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഹോസ്പിറ്റൽ പേഴ്സൺസ് ആരാണ്? ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ഡോക്ടർമാരും നഴ്സുമാരും മാത്രം പെടുള്ളൂ ആണോ? നഴ്സുമാരുടെയും ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് മാത്രം നമുക്ക് അസുഖങ്ങൾ കിട്ടുള്ളൂ? അല്ല. എന്താണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അതർ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് അല്ലെ, ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ലഭിക്കാതെ നമുക്ക് ക്ലീനിങ്ങിന് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വരെ നമുക്ക് എന്താണ്? ഇൻഫെക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മനസ്സിലായോ? ഹോസ്പിറ്റൽ പേഴ്സൺ എന്താണ്? അതർ സ്റ്റാഫ്. പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർജറിയുടെ ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ എന്തായിരിക്കും? ഹൈജീനിക് അല്ലാത്ത രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗിക്ക് എന്താണ്? ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്ക് എന്താണ്? ഇൻഫെക്ഷൻസ് വരാല്ലേ. എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിസേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? അത് കട്ട് ചെയ്യുന്നതിനുള്ള സർജിക്കൽ നൈഫ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ്? സർജറി ചെയ്യുന്ന ഡോക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ അല്ലെ ഈ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ്? സർജറി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും എങ്ങനെയാണ്? ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെന്താ? വേറൊരു ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരാളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഉപയോഗിച്ച ഗ്ലൗസ് ആണെങ്കിൽ എന്താണ്? ഈ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ശസ്ത്രക്രിയ പ്രൊസീജിയേഴ്സ് നടത്തി കഴിഞ്ഞാല്
ഈ പേഷ്യന്റിന് എന്താണ് ഇൻഫെക്ഷൻ ബാധയേൽക്കാം. നെക്സ്റ്റ് എയർ, എന്താണ് വായുവിൽ കൂടി വായുവിലുള്ള കണികകളിൽ കൂടി എന്താണ് ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്താണ് വായുവിൽ ഒരുപാട് ഈ മൈക്രോ ഓർഗാനിസംസ് ഒരുപാട് നേരം എന്താണ് ഈ വായുവിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കാനുള്ള കലർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ് മറ്റുള്ള ആളുകളുടെ എന്താണ് ശരീരത്തിലേക്ക് ഈ ഇൻഫെക്ഷൻസ് ഈ മൈക്രോബ്സുകൾ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യൂലേ, പടരും. അപ്പൊ എന്താ മറ്റുള്ളവർക്കും കൂടി അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ് വാട്ടർ ഓർ ഫുഡ്, എന്താണ് കണ്ടാമിനേറ്റഡ് ആയ വെള്ളത്തിൽ കൂടിയോ അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടിയോ എന്താണ് ഇൻഫെക്ഷൻ വരാം. നെക്സ്റ്റ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ, അപ്പൊ നമ്മൾ പറഞ്ഞത് പോലെ തന്നെ പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെ, ബ്ലഡിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്ക് ഒരു അവസരം ലഭിക്കും, അവരെന്താവും അവര് ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കും. ഇപ്പൊ എന്താണ് ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ അല്ലെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന ആളുകൾക്കൊക്കെ എന്താണ് ആ സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ അവരുടെ ശരീരത്തിൽ തന്നെയുള്ള ആ മൈക്രോ ഓർഗാനിസംസ് അവർക്കൊരു അവസരം ലഭിക്കും, അവര് തന്നെ ഇവർക്ക് ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഫോമൈറ്റ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റീവ്സ്. ഒരു ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, അപ്പൊ ആ റൂമിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതിനൊരു ചെറിയൊരു സെക്ഷൻ പോലെ പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, ഇല്ലേ, വസ്തുക്കളിലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ജസ്റ്റ് നമുക്ക് റൂമിലുള്ള ഒബ്ജക്റ്റീവ്സ് പറയാം. റൂമിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കട്ടിലുണ്ട് അല്ലെ, കട്ടിലുണ്ട്, ബെഡ് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, ഇപ്പൊ സ്വിച്ച് ഉണ്ട് അല്ലെ, സ്വിച്ച് ഉണ്ട്, പിന്നെ എന്താണ് ഡോറിന്റെ പിടികൾ വരെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ ഇതുമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ, ഉണ്ട്. ഇപ്പൊ എന്താണ് ഇൻഫെക്ഷൻ വരാം. അപ്പൊ ഒബ്ജക്റ്റീവ് കൂടി അല്ലെ, എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സിൽ കൂടി ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിവൈസസ്, ഡ്രെയിൻ ആൻഡ് കത്തീറ്റർ. ഡിവൈസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, എക്യുപ്മെന്റ്സുകൾ അല്ലെ, എന്താണ് ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഡ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു രോഗിക്ക് സർജറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്താണ് അവരുടെ ശരീരത്തിൽ പസ് നീക്കാന്, പസ് എന്ന് പറഞ്ഞാല് ചില പഴുപ്പൊക്കില്ലേ, അതിനെയാണ് പസ് എന്ന് പറയുന്നത്. അങ്ങനെ പസ് നീക്കാന് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് യൂറിൻ നീക്കാന് അതല്ലെങ്കിൽ ബ്ലഡ് നീക്കം ചെയ്യാനൊക്കെ ചെറിയ നേരത്തെ ട്യൂബുകൾ യൂസ് ചെയ്യില്ലേ, അതിനെയാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആ ഡ്രെയിൻസിന് ആ ട്യൂബുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലോ, ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച ഡ്രെയിൻ ആണെങ്കിലോ ഇൻഫെക്ഷൻ ബാധ വരുമോ, വരൂ. ക്ലിയർ ആയോ? ഡ്രെയിൻസ് എന്താന്ന് മനസ്സിലായി? എന്താണ് ഒരു സർജറി കഴിഞ്ഞ ആളുടെ ശരീരത്തിൽ നിന്ന് പസ് നീക്കം ചെയ്യാന് അതല്ലെങ്കിൽ അവരുടെ ബോഡി ഫ്ലൂയിഡ്സുകൾ എന്താണ് യൂറിനോ എന്താണ് ചിലവർക്ക് എന്താണ് സർജറി കഴിഞ്ഞാല് മൂത്രത്തിന് ട്യൂബൊക്കെ ഇടില്ലേ, കണ്ടിട്ടുണ്ടോ? നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ് ട്യൂബൊക്കെ ഇടൂല്ലേ. അപ്പൊ എന്താണ് അതിലേക്ക് ഉപയോഗിക്കുന്ന നേരത്തെ ട്യൂബുകളില്ലേ, അപ്പൊ ബ്ലഡ് നീക്കം ചെയ്യാൻ അങ്ങനെയുള്ള നേർത്ത ട്യൂബുകളെയാണ് ഡ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടി ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എന്താണ് കത്തീറ്റർ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായല്ലോ, ഓർമ്മയുണ്ടാ? കത്തീറ്ററൈസേഷനില് ക്യാൻസർ പേഷ്യന്റ് അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ആ ബ്ലോക്ക് നീക്കം ചെയ്യാനായിട്ട് നമ്മുടെ നിരമ്പിൽ കൂടി നേരത്തെ ട്യൂബ് അങ്ങോട്ട് കയറ്റിയിട്ട് എന്ത് ചെയ്യും, സ്റ്റഡ് ഇട്ടല്ലേ കത്തീറ്ററൈസേഷൻ പ്രോസസ് നടക്കൂലേ, ഡയാലിസിസ്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് എന്താണ് ഇൻഫെക്ഷൻ ബാധയേക്കാം. ക്ലിയർ ആയോ? അത് എന്തൊക്കെയാണ് അതർ പേഷ്യൻസ് എന്താണ് മറ്റുള്ള രോഗികളിൽ നിന്ന്, പിന്നെ എന്താണ് വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്, സന്ദർശകരുടെ കയ്യിൽ നിന്ന് അല്ലെ, രോഗിയെ കാണാൻ വരുന്ന സന്ദർശകർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഈ രോഗിക്ക് വരാം.
പിന്നെ എന്താണ് ഹോസ്പിറ്റൽ പേഴ്സൺ, എന്താണ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന എല്ലാ ജീവനക്കാരിലും അല്ലെ. പിന്നെ എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ, സർജറിയുടെ നടപടിക്രമങ്ങൾ, ശസ്ത്രക്രിയ നടപടിക്രമങ്ങള് നല്ല ഹൈജീനിക് അല്ലെങ്കിൽ എന്താണ് അപ്പൊ പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് എയറിൽ കൂടി എന്താണ് ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എയറിൽ കലർന്നിട്ട് മറ്റുള്ള രോഗികൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വായുവിൽ കൂടി. പിന്നെന്താണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, എന്താണ് എലിപ്പനിയൊക്കെ വെള്ളത്തിൽ കൂടിയാണോ പകരുന്നത്? അങ്ങനെയുള്ള അല്ലെ എന്താണ് വെള്ളത്തിൽ കൂടി പകരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ അല്ലെ പകരും. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിൽ കൂടിയും വാട്ടർ ഫുഡിലേക്ക് കൂടിയും പകരും. പിന്നെന്താണ് പേഷ്യൻസിന്റെ സ്വന്തം ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരെന്താണ് ഈ പേഷ്യന്റിന്റെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ബാധയുണ്ടാക്കുന്നു. പിന്നെന്താണ് ഒബ്ജക്റ്റീവ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് ഡോർ ലോക്സുകൾ അല്ലെങ്കിൽ ഡോറിന്റെ പിടികൾ അല്ലെങ്കിൽ ബെഡുകള്, ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ എന്താണ് കട്ടിലുകൾ അല്ലെ അങ്ങനെയുള്ള എല്ലാത്തിനിൽ നിന്നും എന്താണ് ചെയർ അല്ലെ ഇപ്പൊ ഹോസ്പിറ്റലിലെ വെയിറ്റിന് വേണ്ടിയിരിക്കുന്ന വെയിറ്റിംഗ് ചെയേഴ്സിൽ വരെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ നമുക്ക് അസുഖങ്ങള് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ഡിവൈസസ്, ഡ്രെയിൻസ്, കട്ടീച്ചർ എന്താണ് എക്യുപ്മെന്റ്സിൽ കൂടി അല്ലെങ്കിൽ ഡ്രെയിൻസ് എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ്, യൂറിന്, പസ്സുകളൊക്കെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രെയിൻസ്, നേരത്തെ ട്യൂബുകളിൽ നിന്ന് കത്തീറ്റർ പ്രോസസിന്റെ ഭാഗമായിട്ടൊക്കെ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കാം. ക്ലിയർ ആയോ? സോഴ്സസ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഇതില് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ഹു ഈസ് അറ്റ് റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ അപകട സാധ്യതയുള്ളത്, കൂടുതൽ റിസ്ക് ഉള്ളത് ആർക്കൊക്കെയാണ്? അപ്പൊ നോക്കിയേ, ആർക്കൊക്കെയായിരിക്കും കൂടുതൽ ഇൻഫെക്ഷൻ ബാധയേൽക്കാൻ സാധ്യതയുള്ളത്? ആർക്കൊക്കെയായിരിക്കും? നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ നിത്യജീവിതത്തിൽ അല്ലെ നമ്മൾ പറയാറുണ്ട് എന്താണ് അവർക്കൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഓൾഡ് ഏജ്ഡ് അല്ലെ എന്താണ് പ്രായം കൂടുതലുള്ള ആളുകൾക്ക് അല്ലെ അവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ന്യൂ ബോൺസ് ബേബിന് അല്ലെ. പിന്നെന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകൾക്ക് അല്ലെ HIV. ഓക്കെ, എന്താണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറവ്, ഇമ്മ്യൂണിറ്റി പവർ അല്ലെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾക്ക് എന്തുവരും? പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരും. ആർക്കൊക്കെയാണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ട് വരുന്നത്? എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കുമോ? ആഫ്റ്റർ സർജറി കഴിയുമ്പോൾ എന്താണ് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയല്ലേ. അല്ലെങ്കിൽ എന്താണ് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ചാല് ട്രോമ അങ്ങനെയുള്ള ആഘാതങ്ങൾ സംഭവിച്ച ആളുകൾക്കൊക്കെ എന്തായിരിക്കും? ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. ആണോ? അത് നോക്കാം. നെക്സ്റ്റ് കുട്ടികൾക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. നമ്മ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ പറയില്ലേ കുഞ്ഞുങ്ങൾ അവരുടെ അടുത്ത് അടുപ്പിക്കണ്ട അല്ലെ. അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ബാധ എടുക്കും. നോക്കിയേ ആർക്കൊക്കെയാണെന്ന്. ഹു ഈസ് അറ്റ് റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ റിസ്ക് ഉള്ളത്, സാധ്യതയുള്ളത്? Those who are admitted to a healthcare facilities are at risk for contracting of AHA. For some bacteria, the risks may also depend on എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന
എല്ലാ ആളുകൾക്കും എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്, സാധ്യതയുണ്ട്. എന്തോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന എല്ലാവർക്കും നമ്മ ആദ്യം തന്നെ പറഞ്ഞില്ലേ, എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന എല്ലാവർക്കും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. For some bacteria the risk may also depend on എന്താണ് ബാക്ടീരിയ മൂലമുള്ള അല്ലെ, some ബാക്ടീരിയ മൂലമുള്ള റിസ്കുകളും ഇവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ പേഷ്യൻസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് കൂടുതൽ റിസ്ക് ഉള്ളത്? അവരാരൊക്കെയാണ്? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് അല്ലെ, പേഷ്യന്റിന് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളെ താമസിപ്പിച്ചിരിക്കുന്ന റൂമിലെ റൂംമേറ്റിന് അല്ലെ. ഇപ്പൊ എന്താണ് ഷെയറിംഗ് റൂം ഉണ്ട് അല്ലെ, രണ്ടുപേരായിരിക്കും താമസിക്കുന്നത്. അതിലൊരാൾക്ക് ഈ ഇൻഫെക്ഷൻ ബാധ ഉണ്ടെങ്കിൽ മറ്റാൾക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ, സാധ്യത കൂടുതലായിരിക്കും അല്ലെ, ആണോ? എന്താണ് ഇവര് രണ്ടുപേരും അല്ലെ ഒരു ടോയ്ലറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ. സ്വിച്ചുകള് ഒരേ സ്വിച്ചുകളായിരിക്കും അല്ലെ ഇവർ യൂസ് ചെയ്യുന്നത്, ആണോ? അപ്പൊ എന്താ റൂംമേറ്റിന് അല്ലെങ്കിൽ വാർഡില് നമ്മൾ ശ്രദ്ധിച്ചതാണ്, വാർഡിൽ എന്താണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ താമസിക്കുന്നത്. അപ്പൊ അതിലൊരാൾക്ക് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അല്ലെ കൂടെ താമസിക്കുന്നവർക്ക് അല്ലെ അടുത്ത ബെഡുകളിൽ കിടക്കുന്നവർക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏൽക്കാൻ ചാൻസ് കൂടുതലല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് എന്നാണ്. പേഷ്യന്റിന്റെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഏജ് പെർട്ടിക്കുലർലി ഇഫ് പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years old എന്താണ് പേഷ്യന്റിന് 70 വയസ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധ വരാം. എന്തുകൊണ്ടാണ്? ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് കുറവായിരിക്കും. Next, how long Putin has been using antibiotics? അവർ എത്ര നാള് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നു? ആന്റിബയോട്ടിക്സ് കൂടുതൽ നാളെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നമുക്ക് നിത്യം ജീവിതത്തിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ആന്റിബയോട്ടിക്സ് അധികം ഉപയോഗിക്കാൻ പാടില്ല. എന്ത് ചെയ്യും? നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ അവർ അതെന്ത് ചെയ്യും? കില്ല് ചെയ്യൂലേ, നശിപ്പിക്കില്ലേ? ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കും. അപ്പൊ എന്താണ് ആന്റിബയോട്ടിക്സുകള് ഒരുപാട് നാള് യൂസ് ചെയ്യുന്നവർക്ക് എന്താണ് ഈ ഇമ്മ്യൂണിറ്റി പവർ അവർക്ക് കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ whether the patient has ഒരു ഹാസ് ഉള്ള രണ്ട് ഹാസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹാസ് വെട്ടിപ്പോട്ട. whether the patient has a urinary catheter or not എന്താണ് യൂറിനറി കാത്തീറ്ററിൽ എന്താണ് യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്യൂബുകളൊക്കെ ഇടല്ലേ, അവർക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാവാ. നെക്സ്റ്റ് lengthy ICU stays എന്താണ് ഒരുപാട് നാൾ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് അല്ലെ പുറമേയുള്ള ആളുകളൊക്കെ ആയിട്ട് അല്ലെ പുറമേയുള്ള രോഗികളായിട്ടുള്ള ഇടപാടില് സഹവർത്തിത്വം കുറവായിരിക്കും. അപ്പൊ അവരെ ഭയങ്കര ഷെൽട്ടേർഡ് ആയിട്ടില്ലേ, ഭയങ്കര കെയർ ആയിട്ടായിരിക്കും ICUവിൽ കിടത്തിയേക്കുന്ന അല്ലെ, ഭയങ്കര നല്ലോണം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നല്ല കെയറിലായിരിക്കും അല്ലേ. അപ്പൊ അവരെന്താ പുറത്തേക്ക് കിടത്തുമ്പോ എന്താണ് അവർക്ക് പെട്ടെന്ന് അണുബാധയായിട്ടാണ് അല്ലെ, പെട്ടെന്ന് ഇൻഫെക്ഷൻ ബാധ വരാൻ സാധ്യത കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് whether patient has in coma എന്താണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് കോമ സ്റ്റേജിലൊന്നും യാതൊരു അനുഭവമൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന പേര് ജസ്റ്റ് എന്താണ് അവരെ കണ്ണ് മാത്രക്കാണെങ്കിൽ അവര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നല്ലേ നമുക്ക് തെളിയിക്കാനായിട്ട് ചിലപ്പോ അവരെന്താണ് ആ കണ്ണുകളുടെ ചലനം മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ അവർക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് വരാം. എനി ട്രോമ എന്താണ് ട്രോമയിൽ കിടക്കുന്നത് എന്തെങ്കിലും ട്രോമ സംഭവിച്ചാൽ വലിയ ആഘാതങ്ങൾ സംഭവിച്ച ആളുകൾക്ക് ത്രെട്ടൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം എന്താണ് ഇമ്മ്യൂണിറ്റി പവറിന് പ്രതിരോധ ശേഷിക്ക് എന്തെങ്കിലും ഭീഷണികൾ അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആളുകൾക്കൊക്കെ എന്താണ് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ആർക്കൊക്കെയാണ്? പേഷ്യന്റിന്റെ റൂംമേറ്റ്സിന് അല്ലെ. പിന്നെന്താണ് 70 വയസ്സിൽ കൂടുതൽ
പ്രായമായ ആളുകൾക്ക് വരാം. പിന്നെ എന്താണ് ആന്റി കോമ സ്റ്റേജിൽ തന്നെ അനക്കില്ലാണ്ട് കിടക്കില്ലേ, ജസ്റ്റ് കണ്ണ് മാത്രം തന്നെ എന്താണ് അവര് ഫുള്ള് പാരലൈസ് ചെയ്തില്ലേ അനക്കില്ലാണ്ട് കിടക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. പിന്നെന്താണ് ആന്റിബയോട്ടിക്സ്, ഒരുപാട് നാള് ആന്റിബയോട്ടിക്സ് കഴിക്കുന്നവർക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. പിന്നെ എന്താണ് കത്തീറ്റർ, യൂറിനൽ കത്തീറ്റേഴ്സ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് എന്താണ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് നാൾ ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻസ്, കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന്, ഇന്ത്യയിലെ വലിയ ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിന്, പിന്നെ എന്താണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുകൾ, അതല്ലെങ്കിൽ ഭീഷണികൾ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആളുകൾക്കൊക്കെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയോ? റിസ്ക് ആർക്കൊക്കെയാണ് റിസ്ക് എന്ന് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് എന്തിലൊക്കെ കൂടിയാണ് ഈ ഇൻഫെക്ഷൻസ് പടരുന്നത്, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നത്, പകരുന്ന രീതികള്. ഫസ്റ്റ് വൺ കോണ്ടാക്ട്. നമ്മ പറയില്ലേ എന്താണ് ഫസ്റ്റ് നിപ്പ വന്നപ്പോ എന്താണ് കോണ്ടാക്റ്റിൽ കൂടിയില്ലേ, എന്താണ് ഒരാള് മറ്റൊരാളുടെ കോണ്ടാക്റ്റിൽ കൂടി, കേട്ടിട്ടില്ലേ ആ വേർഡ്സ്? നിപ്പ വൈറസ് സമ്പർക്കം മൂലം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം പോലെ നേരിട്ടില്ലേ. നോക്കാം എങ്ങനെയായിരിക്കും ഈ പേഷ്യന്റുമായി എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള പേഷ്യന്റുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുമാലെ, എന്താണ് അവരുടെ ബോഡിയിൽ സ്കിൻ ടു സ്കിൻ ടച്ച് ചെയ്യുമാലെ ആണോ? ഓക്കെ, നോക്കാം നമുക്ക്. Contact transmission is divided into two subgroups. എന്താണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, കോണ്ടാക്റ്റിൽ കൂടെ പകരുന്നത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോണ്ടാക്ട് ആൻഡ് സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ഫസ്റ്റ് വൺ direct contact transmission. This consists of direct surface to body surface contact and physical shifting of microorganisms between a host and an infected or colonized. Infected എന്ന് പറഞ്ഞാലും colonized എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്, അണുബാധ എന്ന് അർത്ഥം. Such as when a person turns a patient, gives a bath or does other patient care jobs that need direct personal contact. എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് ഈ ഇൻഫെക്റ്റഡ് പേഴ്സണും ഹോസ്റ്റും തമ്മിൽ ഉണ്ടാകുന്നത്? ഹോസ്റ്റ് എന്ന് പറഞ്ഞാല് രണ്ടാമത് ഇൻഫെക്ഷൻ ബാധയേൽക്കുന്ന ആളെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. പുതുതായിട്ട് ഇൻഫെക്ഷൻ ബാധയേൽക്കില്ലേ, ഇൻഫെക്ഷൻ ബാധയേറ്റ ആളുടെ കയ്യിൽ നിന്ന് രണ്ടാമത് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്ന ആളെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ആതിഥേയൻ. ക്ലിയർ ആയോ? ഹോസ്റ്റ് ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ബാധ ഏറ്റ ആളിൽ നിന്ന് രണ്ടാമത് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്ന ആളെ പറയുന്നതാണ് ഹോസ്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഹോസ്റ്റിന് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നത്? ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഇൻഫെക്ഷൻ സംഭവിച്ചിട്ടുള്ള പേഷ്യന്റിന് എന്താണ് ആ പേഷ്യന്റിന് എന്താണ് നമ്മൾ ടേൺസില് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല. നമ്മ അവരെന്ത് ചെയ്യും? ടച്ച് ചെയ്തിട്ട് അവരെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് അവരെ ചിരിച്ചു കിടക്കും. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് എണീച്ചിരുത്തണമെങ്കിൽ നമ്മ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ചാരി ഇരുത്തും അവർക്ക് ബാത്ത് ചെയ്യണമെങ്കിൽ ബാത്ത് ചെയ്യിപ്പിക്കും കുളിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് വാരി കൊടുക്കും അങ്ങനെയുള്ള പേഷ്യന്റ് കെയർ ജോബ്സുകളൊക്കെ ചെയ്യോ? കൂടെ നിൽക്കുന്ന നമ്മള് റിലേറ്റീവ്സ് ചെയ്യോ? ബൈസ്റ്റാൻഡർ ചെയ്യോ? ചെയ്യും. അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് ഈ മൈക്രോ ഓർഗാനിസംസ്, ഈ മൈക്രോബ്സുകൾ എന്ത് ചെയ്യും? ഇൻഫെക്ഷൻസ് എന്ത് ചെയ്യും? ആളുടെ ബോഡി സർഫസിൽ നിന്ന്, ആളുടെ ബോഡിയിൽ നിന്ന് ഈ ഹോസ്റ്റിന്റെ ശരീരത്തിൽ രണ്ടാമത് ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും ആണോ? എന്താണ് ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പേഷ്യന്റിനെ എന്താണ് ചെരിച്ചു കിടത്തുക, അല്ലെങ്കിൽ അവർ ഉയർത്തിയിരുത്തുക, അതല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കുക, അതല്ലെങ്കിൽ അവരെ ഡ്രസ്സ് മാറ്റി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് സ്കിൻ ടു സ്കിൻ ടച്ച് ചെയ്യാണ് ശരീരത്തില് സ്കിൻ ടു സ്കിൻ
ടച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ മൈക്രോബ്സുകൾ, ഈ രോഗാണുക്കള്, ഈ ഇൻഫെക്ഷൻ ബാധയേറ്റ ആളുടെ ശരീരത്തിൽ നിന്ന് ഈ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അപ്പൊ ഇൻഡയറക്റ്റ് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ സ്കിൻ ടു സ്കിൻ ട്രാൻസ്മിഷൻ നടക്കുന്നത് അല്ലെ. ഇൻഫെക്ഷൻ ബാധയേറ്റ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇൻഡയറക്റ്റ് എങ്ങനെയായിരിക്കും? ഈ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആളുകളുടെ ഡ്രസ്സുകൾ യൂസ് ചെയ്യാ അല്ലെ, ക്ലോത്ത്സുകൾ യൂസ് ചെയ്യാ, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഉപയോഗിച്ച നീഡിൽസ് യൂസ് ചെയ്യാ അല്ലെ, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ബ്ലഡ് വീണുണങ്ങിയ സ്ഥലത്ത് ഈ വേറെ ആളുകൾ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ ബാധയേക്കാം അല്ലെ, ബ്ലഡിൽ കൂടിയേറ്റൂടെ, വായുവിൽ കൂടിയേക്കാം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ്. Indirect contact transmission. This consists of contact of a sustainable host with a tainted intermediate object like contaminated instruments, needles or dressings or tainted gloves that are not changed between patients. Tainted surface by needles, drained blood that transmits hepatitis B or C. എന്താണ്? This consists of contact of susceptible host. Susceptible എന്ന് പറഞ്ഞാല് അണുബാധ ഏറ്റിട്ടുള്ള അല്ലെ, എന്താണ് വിധേയനായിട്ടുള്ള ആൾക്ക് നിന്ന് എന്താണ് ഹോസ്റ്റിന് കിട്ടുന്നത്. അവർക്ക് ഉപയോഗിച്ച ഈ അണുബാധ ഏറ്റിട്ടുള്ള ആൾക്ക് ഉപയോഗിച്ച എന്താണ് ഇൻസ്ട്രുമെന്റ്സുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള അല്ലെ ഇൻഫെക്ഷൻ ബാധയേറ്റുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ, അവർക്ക് ഉപയോഗിച്ച നീഡ്സില്, അവരുടെ ഡ്രസ്സിങ്സ്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽ ഡ്രസ്സ്, അതല്ലെങ്കിൽ എന്താണ് ബെഡ്ഷീറ്റുകൾ, അങ്ങനെയുള്ള ഡ്രസ്സിങ്സുകൾ, അതല്ലെങ്കിൽ എന്താണ് ടൈൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള അണുബാധ ഏറ്റിട്ടുള്ളതിനെയാണ് ഈ ടൈൻറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗ്ലൗസുകളിൽ ഇപ്പൊ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരു ആളെ പേഷ്യൻസിനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച ഗ്ലൗസുകള് എന്താണ് ഈ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാരൊക്കെ അത് മാറ്റാണ്ട് എന്താണ് വേറൊരു പേഷ്യൻസിനെ അത് ഉപയോഗിച്ച് ടച്ച് ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യുക. എന്ത് ചെയ്യും? അത് രണ്ടാമത്തെ ആൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. പിന്നെ എന്താണ് ഡ്രൈഡ് ബ്ലഡ് ബിറ്റ്വീൻ പേഷ്യൻസ്, ടൈൻഡ് സർഫസ് ബൈ നീഡിൽ. എന്താണ് നീഡിലും ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ്. എന്താണ് ഇപ്പൊ ഒരു ആളുടെ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ബ്ലഡ് കളക്ട് ചെയ്യാം. അപ്പൊ എന്താണ് ചില സമയത്ത് ആ ബ്ലഡിന്റെ ഒരു തുള്ളിയോ 2 തുള്ളി അവിടെ വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. സാധ്യതയുണ്ടോ? ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് ആ ബ്ലഡ് അവിടെ കിടന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഡ്രൈഡ് ആയിട്ടുണ്ട്, ഡ്രൈ ആയിരിക്കാണ്, ഉണങ്ങിയൊക്കെയാണ്. അപ്പൊ അത് വേറൊരാൾ ചെയ്ത് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ ആ ബ്ലഡിൽ കൂടി? വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് ഡ്രൈഡ് ആയിട്ടുള്ള ബ്ലഡ് തൊട്ടിട്ട് ബ്ലഡിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റ ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റുകള്, അതല്ലെങ്കിൽ നീഡിൽസ്, അല്ലെങ്കിൽ അത് അവരെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച ഗ്ലൗസുകൾ മാറ്റാതെ എന്താണ് അവരുടെ ഡ്രസ്സുകള് എന്താണ് ഇവർക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഇൻഫെക്ഷൻ ബാധയേൽക്കാം. എങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാല് ലിവർ ഇൻഫെക്ഷൻസ് ആണ്. നമുക്കത് 5 തരമുണ്ട്. എ ബി സി ഡി ഇ വരെയുണ്ട് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ്. ക്ലിയർ ആയോ? 5 തരം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ്.
അപ്പൊ എന്താണ് ഈ നീഡിൽസ് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലൗസുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവര് മേത്തുന്നുള്ള ഫ്ലൂയിഡ്സുകൾ എന്താണ് വല്ല ബ്ലഡോ അല്ലെങ്കിൽ എന്താണ് തുപ്പല് അല്ലെ ഉമിനീരുകളൊക്കെ എന്താണ് മറ്റുള്ള ആളുകളുടെ ശരീരത്തിലേക്കും ആകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർക്ക് ഈ അസുഖം ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാല് നേരിട്ടുള്ള സമ്പർക്കമല്ലാതെ എന്താണ് അവരുടെ ഡ്രസ്സ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്ത എന്താണ് സിറിഞ്ചസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ചെക്കപ്പ് ചെയ്യാൻ സമയത്ത് ഡോക്ടർ ഉപയോഗിച്ച ഗ്ലൗസുകൾ മാറ്റാതെ വീണ്ടും വേറൊരു പേഷ്യന്റിനെ നോക്കുക, അല്ലെങ്കിൽ അവരെ ബ്ലഡിലെ അറിയാതെ ഒരു ടച്ച് ചെയ്യുക. അപ്പൊക്കെ എന്താണ് ഈ അസുഖങ്ങള് സ്പ്രെഡ് ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവർ ഇൻഫെക്ഷൻസ് ആണ്. കരൾവീക്കം എന്ന് പറയില്ലേ, അതാണ് ഹെപ്പറ്റൈറ്റിസ്. ഈ ഹെപ്പറ്റൈറ്റിസ് 5 തരമുണ്ട്. എ, ബി, സി, ഡി, ഇ വരെയുണ്ട്. അതില് ബിയും സിയും ബോഡി ഫ്ലൂയിഡ്സിൽ കൂടിയാണ് പകരുന്നത്. ബാക്കി 3 ഫുഡിലെ കൂടിയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേക്കണേ. ഇതിൽ ബി, സി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണ് ഇങ്ങനെയുള്ള ഫ്ലൂയിഡിൽ കൂടി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ് ഡ്രോപ്ലെറ്റിൽ കൂടി തുള്ളികളിൽ കൂടി പകരുക. Transmission happens when droplets that contain bright microbes from the infected person are pushed a short distance through the air and deposit on the patient body. It is made from coughing the droplets have generated from the source person and during the performance of certain procedures such as bronchoscopy. എന്താണ് ഒരാളെ തുമ്മുക അല്ലെങ്കിൽ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വായിൽ കൂടി മൂക്കിൽ കൂടി തുള്ളികൾ പുറത്തേക്ക് പോകൂല്ലേ, ഉമിനീരിന്റെ തുള്ളികൾ അല്ലെ, എന്നിട്ട് പോവാറുണ്ടോ? നമ്മ തുമ്മുമ്പോഴും നമ്മ ചുമക്കുമ്പോഴും നമുക്ക് തന്നെ അറിയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള തുള്ളികൾ കൂടി എന്തും കൂടി സ്പ്രെഡ് ചെയ്യും ഇൻഫെക്ഷൻസ് അല്ലെ, മൈക്രോബ്സുകള് എന്താണ് ഒരു തെറിക്കാനായിട്ട് അല്ലെ, എന്താണ് ഈ തുള്ളികൾ കൂടി ആ അന്തരീക്ഷത്തിൽ അല്ലെ, ആ എയറില് കുറച്ചു നേരം സ്പ്രെഡ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ടല്ലേ. സൂക്ഷ്മാണുക്കള് എന്താണ് ഈ രോഗാണുക്കള് അന്തരീക്ഷത്തിൽ കുറച്ചു നേരം ഇവര് ആ തുള്ളികൾക്ക് ഇവര് ആ പ്രോസസ്സിന്റെ ഭാഗമായി തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് കുറച്ചു നേരം അത് അന്തരീക്ഷത്തില് തങ്ങി നിൽക്കും. അപ്പൊ അതെന്ത് ചെയ്യാ? വേറൊരാൾക്ക് അല്ലെ, വേറൊരാള് അവിടേക്ക് വരുമ്പോ എന്താണ് അവരുടെ ശരീരത്തിലേക്ക് അല്ലെ ഈ ഇൻഫെക്ഷൻ ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ? ഉണ്ട്. അങ്ങനെ തുള്ളികളിൽ കൂടി എന്താണ് നമ്മുടെ തുമ്മുക അല്ലെങ്കിൽ ചുമക്കുക ചെയ്യുന്ന പ്രോസസ്സിൽ കൂടി അതിൽ നിന്ന് വരുന്ന തുള്ളികളിൽ കൂടി എന്ത് ചെയ്യാം? ഇൻഫെക്ഷൻ ബാധ സ്പ്രെഡ് ചെയ്യാം. During the performance of certain procedures such as bronchoscopy. Bronchoscopy മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഓർമ്മയുണ്ടോ? നമ്മുടെ ലങ്സില് അല്ലെങ്കിൽ ശ്വാസനാളങ്ങളൊക്കെ എന്താണ് ചെക്കപ്പ് ചെയ്യാനായിട്ട് എക്സാമിൻ ചെയ്യാനായിട്ട് അല്ലെ എന്താണ് ഒരു ചെറിയ നേരത്തെ ട്യൂബ് ഇട്ടും കാണിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പൊ ഇതിൽ കൂടി നമ്മുടെ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളോ അല്ലെങ്കിൽ എന്താണ് ഉമിനീരിന്റെ തുള്ളികളൊക്കെ എന്താണ് പുറത്തേക്ക് വരൂല്ലേ. വായിൽ കൂടിയൊക്കെ ഇടുമ്പോ വരുമോ? മൂക്കിൽ കൂടി ഇടുമ്പോ വായിൽ കൂടി ട്യൂബ് എടുക്കുമ്പോ എന്ത് വരും? തുള്ളികൾ വരുമോ? വരും. അപ്പൊ എന്താണ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നടക്കുമ്പോഴും എന്താണ് ഇങ്ങനെയുള്ള രോഗാണുക്കൾ എന്ത് ചെയ്യാൻ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ക്ലിയർ ആയോ? നമ്മൾ ചുമക്കുക തുമ്മുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് തെറിക്കുന്ന തുള്ളികളിൽ കൂടി രോഗാണുക്കള് കുറച്ചു നേരം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യും. അപ്പൊ എന്താണ്? അപ്പൊ ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഇൻഫെക്ഷൻസ് ബാധ ഏൽക്കാൻ
സാധ്യതയുണ്ട്. ക്ലിയർ ആയോ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിനെ. നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ പറയണ്ടല്ലോ, വായുവിലൂടെയുള്ള പ്രക്ഷേപണം. എന്താണ്? വായുവിലുള്ള സൂക്ഷ്മാണുക്കളിൽ കൂടി വായുവിലുള്ള ഇതിൽ കൂടി എന്താണ് നമുക്ക് സ്പ്രെഡ് ചെയ്യുക. ഡിസെമിനേഷൻ. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാല് വ്യാപിക്കുക. എന്താണ്? ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ്, nuclei, a small particle residue of droplet that contain microorganisms which remain suspended in the air for long period of time, or dust particles that contain the infection agent. എന്താണ്? വായുവിൽ കൂടി അല്ലെങ്കിൽ എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളിൽ കൂടി എന്താണ് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഭാഗമായി അന്തരീക്ഷത്തില് എയറിൽ അണുക്കൾ ബാധിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അത് കുറെ നേരം ആ എയറിൽ വായുവിൽ തങ്ങി നിന്നിട്ട് എന്ത് ചെയ്യും? വേറൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ? എയറിൽ കൂടി, വായുവിൽ കൂടിയും എന്താണ് അണുക്കള് സ്പ്രെഡ് ചെയ്യാം. ക്ലിയർ ആയോ? വായുവിൽ കൂടി എന്താണ് ഒരാള് തുമ്മുക, ചുമക്കുക ഒക്കെ ചെയ്യുമ്പോ എന്താണ് വായുവില് എന്താണ് നമ്മുടെ അണുബാധ ഏറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് അണുക്കള്, മൈക്രോബ്സുകള് വായുവില് തങ്ങി നിൽക്കാനുള്ള എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള, പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഈ വായുവില് പകർന്നിരിക്കുന്ന, വായുവില് വന്നിരിക്കുന്ന അണുക്കൾ എന്ത് ചെയ്യും? മൈക്രോബ്സുകൾ എന്ത് ചെയ്യും? വേറൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? മറ്റൊരാൾക്ക്, ഹോസ്റ്റിന്, വേറൊരാൾക്ക് അണുബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. മറ്റേതെന്താണ്? ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ചെയ്യുന്ന തുള്ളികളിൽ കൂടി. ക്ലിയർ ആയോ? നെക്സ്റ്റ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. വെഹിക്കിൾ എന്നോട് ഉദ്ദേശിക്കുന്നത് വണ്ടി അങ്ങനെയല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ്സിനൊക്കെയാണ് കോമൺ വെഹിക്കിൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയും. കോമൺ ആയിട്ട് കാണുന്ന ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുക്കളിൽ കൂടിയാണ് ഇൻഫെക്ഷൻസ് പകരുന്നത്. This applies to microorganisms transmitted to host by contaminated items. എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഹോസ്റ്റിന്, ആതിഥേയനെ എങ്ങനെയൊക്കെയാണ്, എന്തിൽ കൂടിയൊക്കെ ആയിരിക്കും ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നത്? such as items, such as food, ഫുഡിൽ കൂടി, വാട്ടർ, വെള്ളത്തിൽ കൂടി, എന്താണ് എലിപ്പനി അല്ലെ, അങ്ങനെയൊക്കെ എലിപ്പനിയൊക്കെ എന്താണ് വെള്ളത്തിൽ കൂടിയാണല്ലേ പകരുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ കുടിച്ച വെള്ളം എന്താണ് മറ്റൊരാൾ കുടിക്കുക അല്ലെ. പിന്നെ മെഡിക്കേഷൻസ്, മരുന്നുകളിൽ കൂടി, ഡിവൈസസുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ ടച്ച് ചെയ്ത അല്ലെ, ഒരാൾ ഉപയോഗിച്ച ഒബ്ജക്റ്റീവ്സ് ഒരാൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആൻഡ് എക്യുപ്മെന്റ്സുകൾ, എന്താണ് ഇൻഫെക്ഷൻ ബാധ ഏറ്റ ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകള്, പൾസ് ഓക്സിമീറ്റർ, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിച്ച സിറിഞ്ചസ് അല്ലെ, ഒക്കെ വേറൊരാളില് യൂസ് ചെയ്യുമ്പോ എന്താണ് അവർക്കും ഇൻഫെക്ഷൻ ബാധ ഏൽക്കാം. ക്ലിയർ ആയോ? കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഫുഡിൽ കൂടി, അല്ലെങ്കിൽ വാട്ടറിൽ കൂടി, അല്ലെങ്കിൽ മെഡിക്കേഷൻസ്, മരുന്നുകളിൽ കൂടി, അല്ലെങ്കിൽ ഡിവൈസസ്, ഒബ്ജക്റ്റീവ്സ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് എക്യുപ്മെന്റ്സുകളിൽ കൂടി. നെക്സ്റ്റ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ് ഓർഗാനിസംസ്. വെക്ടർ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ് ഓർഗാനിസംസിൽ കൂടി എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ദിസ് occurs such as mosquitoes, പിന്നെന്താണ് ഫ്ലൈസ്, റാറ്റ്സ് and other vermin transmit microorganism. എങ്ങനെയാണ്? മോസ്കിറ്റോസ്, കൊതുകുകളിൽ കൂടി. എന്തൊക്കെയാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്തിൽ കൂടിയാണ് പകരുന്നത്? മോസ്കിറ്റോസ് വഴിയാണ് അല്ലെ. അല്ലെങ്കിൽ ഫ്ലൈസ്, ഈച്ചകളിൽ കൂടി അല്ലേ. അതല്ലെങ്കിൽ എന്താണ്? ഡ്രാഗ്സ്, എലിയിൽ നിന്ന് പകരില്ലേ, എലിപ്പനിയൊക്കെ വരില്ലേ.
ആൻഡ് അതർ വേർമിന് എന്താണ് മറ്റു കീടങ്ങളിൽ കൂടി എന്താണ് അസുഖങ്ങള് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം, മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. ക്ലിയർ ആയോ? ഇന്നടുത്ത ഭാഗങ്ങളാണ് മിസ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാ അടുത്തേ? ഇന്ന് സിംറ്റംസ് എടുത്തല്ലേ. പിന്നെ ഏതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻസ്, എന്താണ് ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുള്ള സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ എന്താണ് ആർക്കൊക്കെയാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് റിസ്ക് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് പടരുന്നത്? പിന്നെ എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ പകരുന്നതിനുള്ള മോഡുകൾ അല്ലെ, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഇൻഫെക്ഷൻസ് പകരുന്നത്? ഇന്ന് മിസ് എടുത്തത് ക്ലിയർ ആക്കില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.